ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ആഗ്രഹം കേട്ടോ, നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കണമെന്ന്. അപ്പം നമുക്ക് വാഴയിലയാണ് മെയിനായിട്ട് വേണ്ടുള്ളത്. അങ്ങനെ ഞാൻ അപ്പുറത്ത് ചേച്ചിയുടെ അവിടെ നിന്നാണ് കേട്ടോ വാഴയില വെട്ടിയത്. അപ്പോൾ അത് വെട്ടിക്കൊണ്ട് വന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് നമ്മുടെ ഇലയൊന്ന് പൊട്ടി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വല്ലവനും പുല്ലും ആയുധം എന്ന് പറയുന്ന കണക്ക് നമ്മൾ എന്ത് ചെയ്തു, ഉള്ള വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ വെച്ച് നോക്കിയാണ്. പിന്നെ ഞാൻ അങ്ങ് ടേബിളിൻ്റെ പുറത്ത്, ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കാമെന്ന്. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു ഗൈസ്. വെച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വാഴയിലയും കൂടി അതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ. വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചു. പെറോട്ടയും ചിക്കൻ കറിയുമാണ് കേട്ടോ. നമ്മൾ കിഴി പെറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പെറോട്ട ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫില്ലിങ്സ് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇലയിൽ വെച്ചു. ഇലയിൽ വെച്ചതിന് ശേഷം ഫസ്റ്റ് ഒരു പെറോട്ട വെച്ചതിന് ശേഷം കുറച്ച് കറി എടുത്ത് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. നല്ല ഇണക്കത്തിരി സ്പ്രെഡ് ആക്കണം, എന്നാലേ നമ്മൾ ആ തുറക്കുമ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ കുറച്ച് ഒരു 3-4 കഷ്ണം അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ട് മുകളിൽ വീണ്ടും ഒരു പെറോട്ട വെച്ചു. വീണ്ടും പെറോട്ട വെച്ചതിന് ശേഷം വീണ്ടും ഫില്ലിങ്സ് വെച്ചു ഗൈസ്. വീണ്ടും ഫില്ലിങ്സ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മളിതാ എന്ത് ചെയ്യുകയാണ്, ഒരു പെറോട്ടയും കൂടി എടുത്ത് വെക്കുകയാണ്. അതും വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. വീണ്ടും ഫില്ലിങ്സ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇത്തിരി കൂടി ആ ഗ്രേവി എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു പെറോട്ട എടുത്ത് വെക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വാഴയിലക്കകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പെറോട്ടയും അതും എല്ലാം വെച്ചു. ഞാനാണിന്ന് പൊതിയുന്നത്, എന്താവുമെന്ന് കണ്ടറിയാം. എന്നാലും കുഴപ്പമില്ല ഗൈസ്, ഞാൻ അങ്ങനെ ആ വാട്ടിയത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതാ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ കൊണ്ടുവയ്ക്കാൻ പോണത്. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇഡ്ഡലി പാത്രം അടച്ചു കൊടുത്തു കേട്ടോ. അടച്ചു കൊടുത്തിട്ട് നമ്മളൊരു 10-12 മിനിറ്റോളം ആവി കയറ്റി കേട്ടോ. നല്ല കണക്ക് ആവി കയറ്റിയതിന് ശേഷം എടുത്തുകൊണ്ട് വരികയാണ് ഗൈസ്. അപ്പം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി ചൂട് ഇലയുടെ ആ മണം ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് ആ സംഭവം കൊണ്ടുവരികയാണ് ഗൈസ്. കൊണ്ടുവന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം. ഒരുപാട് അങ്ങ് ചൂടായാലും കൊള്ളത്തില്ല ഗൈസ്, അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറും. അങ്ങനെ കൊണ്ടുവന്നു ഈ വാഴയില നമ്മൾ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ. മണവും ചൂടും എല്ലാം കൂടി ഒന്ന് സെറ്റായി ആ ഇലയ്ക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു പെറോട്ട എടുത്ത് മാറ്റിയതിന് ശേഷം ആ മറ്റേ പെറോട്ട എടുത്ത് കുറച്ച് ചിക്കൻ്റെ ആ ഒരു കഷ്ണവും കൂടി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി വെറും ചായയും കൂടി, കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ നമ്മുടെ ആഗ്രഹമായ കിഴി പൊറോട്ടയെ കഴിച്ചു ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.